ആന ഹായോനോട് പറഞ്ഞു, നിനക്കറിയില്ല, കാങ്ങും മിഞ്ചിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ആന ഹായോന്റെ കൂടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ആനയുടെ അമ്മ വന്ന് അവളെ കാണുന്നു. അമ്മയ്ക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവർ തലകറങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ആന തന്റെ മറ്റു ബന്ധുക്കളെയും കണ്ടുമുട്ടി. ആന അവരുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്യുന്നു. ആന സിയായുവിന്റെ കെയർ ടേക്കർ ആകുന്നു. കാരണം എന്നാലേ വീട്ടിലുള്ള പ്രേതങ്ങളെ ഓടിച്ചുവിടാൻ സാധിക്കൂ. എന്നാൽ ഇപ്പോൾ കാങ്ങിന്റെ ടെൻഷൻ കൂടുന്നു. ഒരു വീട്ടിൽ 2 ഭാര്യമാരുണ്ട്. മിഞ്ചിനാണെങ്കിൽ സത്യമൊന്നും അറിയില്ല. പിന്നീട് ആന തന്റെ പാരന്റ്സിന്റെ കൂടെ താമസിക്കുന്നു. ഇതിനിടയിൽ മന്ത്രവാദിനി എങ്ങനെയെങ്കിലും ആനയെ ഭൂമിയിൽ പിടിച്ചു നിർത്തുവാനുള്ള വഴി നോക്കുന്നു. ആന തന്റെ കുടുംബത്തോടു കൂടി ജീവിക്കുമ്പോൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ആന ഹായുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആന സങ്കടത്തോടുകൂടി മന്ത്രവാദിനിയുടെ അടുത്തേക്ക് ഓടി വന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള വഴി പറഞ്ഞു തരാനായി പറയുന്നു. മന്ത്രവാദിനി പറഞ്ഞു, നീ കാരണം ഇപ്പോഴും സിയായുവിന് പ്രേതങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. നീ ജീവനോടെ ഇരിക്കുന്ന സമയത്തോളം അവൾക്ക് ആ കഴിവുണ്ടാകും. ഇത് കേട്ട് ആന ഷോക്കായി. ഇതിനർത്ഥം ഈ ലോകത്ത് താൻ ജീവിച്ചാൽ സിയായുവിന് ആപത്താണ്. ഒരമ്മ തന്റെ മകൾക്ക് വേണ്ടി എന്തു ചെയ്യുമോ അത് ചെയ്യാൻ ആന തീരുമാനിച്ചു. ഭൂമിയിൽ നിന്ന് പോകുവാനായി തീരുമാനിച്ചു. മറുവശം കാങ്ങിനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കുന്നില്ല. പകരം ഓപ്പറേഷൻ റൂമിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായി പറയുന്നു. അയാളുടെ പേടി പോകുവാനാണിത്. എന്നാൽ ഓപ്പറേഷൻ റൂമിൽ കയറിയതും കാങ്ങിന് പാനിക് അറ്റാക്ക് വന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു.